KTU 2019 സ്കീമിൻ്റെ S5 കമ്പ്യൂട്ടർ സയൻസിൻ്റെ മൈക്രോ പ്രോസർ ആൻഡ് മൈക്രോ കൺട്രോളറിൻ്റെ മൊഡ്യൂൾ 4ൻ്റെ തിയറിയാണ്. ഇത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ 8255ഉം 8254ഉം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി 8257 DMA കൺട്രോളറാണ്. DMA കൺട്രോളറിൻ്റെ ബേസിക് വർക്കിങ്ങും ഓപ്പറേഷൻസും എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പിൻ ഡിസ്ക്രിപ്ഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. DMA കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഇത് നമ്മുടെ ഫാസ്റ്റസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി ഇന്റൽ ഡിസൈൻ ചെയ്തതാണ്. ഇതിൽ മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് ഡാറ്റ ട്രാൻസ്ഫറിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രോസസ്സർ ഇൻവോൾവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഫാസ്റ്റസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമുക്ക് പിൻ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് DRQ0 to DRQ3 ആണ്. DMA റിക്വസ്റ്റ് പിന്നാണിത്. ഇത് പെരിഫറൽ ഡിവൈസിന് DMA സർവീസ് ആവശ്യമായിട്ട് വരുമ്പോൾ യൂസ് ചെയ്യും. ഇതിൽ DRQ0യ്ക്കായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി അസൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് D0 to D7 അത് നമ്മുടെ ഡയറക്ഷണൽ ഡാറ്റ ലൈനാണ്. ദെൻ IOR ബാർ ആക്റ്റീവ് ലോ ബൈ ഡയറക്ഷണൽ ട്രൈ സ്റ്റേറ്റ് ഇൻപുട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മുടെ CPU 8257 ഇൻറ്റേർണൽ രജിസ്റ്റർ റീഡ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാം, സ്ലേവ് മോഡും ഉണ്ട്, മാസ്റ്റർ മോഡും ഉണ്ട്. സ്ലേവ് മോഡിലാണ് 8257 ഇൻറ്റേർണൽ രജിസ്റ്ററിന് റീഡ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നത്. മാസ്റ്റർ മോഡിൽ ഇത് പെരിഫറൽസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് IOW ആക്റ്റീവ് ലോ ബൈ ഡയറക്ഷണൽ ട്രൈ സ്റ്റേറ്റ് ലൈനാണിത്. ഇത് ഡാറ്റാ ബസ്സിലെ കണ്ടൻറ്റ് 8 ബിറ്റ് മോഡ് രജിസ്റ്ററിലേക്കോ അപ്പർ അല്ലെങ്കിൽ ലോവർ ബൈറ്റ് ഓഫ് 16 ബിറ്റ് DMA അഡ്രസ് രജിസ്റ്ററിലേക്കോ ടെർമിനൽ കൗണ്ട് രജിസ്റ്ററിലേക്കോ ലോഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി മാസ്റ്റർ മോഡിൽ ഇത് DMA മെമ്മറി റീഡ് സൈക്കിളിൽ ഡാറ്റ പെരിഫറൽ ഡിവൈസിലേക്ക് ലോഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലോക്ക്, ഇൻറ്റേർണൽ ഓപ്പറേഷനുള്ള ക്ലോക്ക് ഫ്രീക്വൻസി ജനറേഷനാണിത്. ദെൻ റീസെറ്റ്, DMA കൺട്രോളറിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് റീസെറ്റ് ദ DMA കൺട്രോളർ ബൈ റീസെറ്റിംഗ് ഓൾ DMA ചാനൽസ്. നെക്സ്റ്റ് A0 to A3 പിന്നുകൾ 4 LSB അഡ്രസ് ലൈൻസിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. A4 to A7 എന്ന് പറയുന്നത് ഹയർ നിബിൾ ഓഫ് ലോവർ ബൈറ്റ് അഡ്രസ്സാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. CS എന്ന് വെച്ചാൽ ആക്റ്റീവ് ലോ ചിപ്പ് സെലക്ട് പിന്നാണ്. നെക്സ്റ്റ് റെഡി, പേരിൽ തന്നെ അറിയാം, ഇതൊരു ആക്റ്റീവ് ഹൈ അസിൻക്രണസ് ഇൻപുട്ട് സിഗ്നലാണ്. ഇത് നമ്മുടെ DMAനെ വെയിറ്റ് സ്റ്റേറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് റെഡി സ്റ്റേറ്റിലേക്ക് മാറ്റും. വെയിറ്റ് സ്റ്റേറ്റ് ഇൻസേർട്ട് ചെയ്യും. HRQ എന്ന് വെച്ചാൽ ഹോൾഡ് റിക്വസ്റ്റ്. നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നുള്ള ഹോൾഡ് റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്ന പിന്നാണ് HRQ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് HLDA, നിങ്ങൾക്കറിയാം ഹോൾഡിൻ്റെ അക്നോളജ്മെൻറ്റ് സിഗ്നലാണ് HLDA എന്ന് പറയുന്നത്. ദെൻ MEMR മെമ്മറി റീഡ് സൈക്കിളിൽ അഡ്രസ്ഡ് മെമ്മറി ലൊക്കേഷനിൽ നിന്നും ഡേറ്റേനെ റീഡ് ചെയ്യാനാണ് ഈ പിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ MEMW എന്ന് പറയുന്നത് സെയിം തന്നെ ആക്റ്റീവ് ലോ പിന്നാണ്. ഇത് നമ്മുടെ അഡ്രസ്ഡ് മെമ്മറി ലൊക്കേഷനിൽ നിന്നും അഡ്രസ്ഡ് മെമ്മറി ലൊക്കേഷനിലേക്ക് ഡേറ്റേനെ റൈറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു നെക്സ്റ്റ് പിൻ എന്ന് പറയുന്നത് ADST, മെമ്മറി അഡ്രസ്സിൻ്റെ ഹയർ ബൈറ്റിനെ കൺവേർട്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. AE എന്ന് പറയുന്നൊരു പിന്നുണ്ട്, അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റാ ബസ്സിനെ ഡിസേബിൾ ചെയ്യാനാണ് AEN യൂസ് ചെയ്യുന്നത്. ദെൻ TC നമ്മുടെ ടെർമിനൽ കൗണ്ട്, മാർക്ക് എന്ന് വെച്ചാൽ ഓരോ 128 സൈക്കിൾ കഴിയുമ്പോഴും ആക്ടിവേറ്റ് ആവുന്നതാണ് നമ്മുടെ മാർക്ക് പിൻ കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ DMA കൺട്രോളറിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അത് നമുക്ക് ഭയങ്കര ഈസിയാണ്, ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. സിംഗിൾ ബൈറ്റ്, എന്താണ് സിംഗിൾ ബൈറ്റ് ട്രാൻസ്ഫർ മോഡ് എന്നാണ് ആദ്യത്തേനെ പറയുന്നത്. അതിൽ DMA കൺട്രോളറിന് ബസ് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1 ബൈറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ബസ് കൺട്രോൾ മൈക്രോ പ്രോസറിന് തന്നെ റിട്ടേൺ ചെയ്യണം. അപ്പോൾ മൈക്രോ പ്രോസർ ഒരു ബസ് സൈക്കിൾ പെർഫോം ചെയ്ത് കഴിയുമ്പം വീണ്ടും DMA കൺട്രോളർ മൈക്രോ പ്രോസറിൽ നിന്ന് ബസ്സിനെ വീണ്ടും ആക്സസ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് ബ്ലോക്ക് ട്രാൻസ്ഫറാണ്. അപ്പോൾ ഇതിൽ സിംഗിൾ ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെയല്ല, നമുക്ക് DMA കൺട്രോളറിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു DMA ഓപ്പറേഷൻ, അതായത് ഓൾ ബൈറ്റ്സ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ഒരു ഇതിൽ തന്നെ ചെയ്യും. ആ ബ്ലോക്ക് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് അതിനെ പറയുന്നത്. DMA കൺട്രോളറിന് ബസ് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബൈറ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടാണ് സിസ്റ്റം ബസ്സിനെ റിട്ടേൺ ചെയ്യുക. മൂന്നാമത്തത് ഡിമാൻഡ് ട്രാൻസ്ഫറാണ്. ഇതിൽ ബ്ലോക്ക് ട്രാൻസ്ഫർ പോലെ തന്നെയാണ്, പക്ഷേ DRQ സിഗ്നൽ DREQ ത്രൂ ഔട്ട് ആക്റ്റീവായിട്ട് തന്നെ നിൽക്കണം. ഇപ്പം DRQ സിഗ്നൽ എവിടെയെങ്കിലും ലോ ആയി പോയാൽ നമ്മുടെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യും.
അതാണ് ഡിമാൻഡിൽ പറയുന്നത്. കാസ്കേഡ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 DMA കൺട്രോളേഴ്സിനെ കാസ്കേഡ് ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. അതാണ് നമ്മുടെ കാസ്കേഡ് ട്രാൻസ്ഫർ മോഡ്. ഇതാണ് 4 മോഡ് ഓഫ് ഓപ്പറേഷൻ. അപ്പം ഇതിലെ 3 കൺട്രോളേഴ്സിനെ നോക്കി വയ്ക്കുക. ഇത്രയാണ് 4th മൊഡ്യൂളിൻ്റെ തിയറിയിൽ വരുന്നത്.